ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ അടിസ്ഥാന പാഠാവലിയാണ്. അപ്പോൾ അടിസ്ഥാന പാഠാവലിയിലെ നമ്മൾ ഫസ്റ്റത്തെ യൂണിറ്റ് കളിയല്ല കളി എന്നുള്ള യൂണിറ്റിലെ ആദ്യ ചാപ്റ്റർ ടോമോയിലെ കായികമേള എന്നുള്ള പാഠത്തിന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ നിങ്ങൾ കാണുക. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് 2ാമത്തെ പാഠത്തിന്റെ ക്ലാസ് ആണ്, കാട്ടിലെ കളികൾ. ഒരു കവിതയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ മലയാളം മാത്രമല്ല എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും കാണാൻ നിങ്ങൾക്ക് ഒരുപാട് യൂസ് ആവുന്ന ക്ലാസ്സുകളാണ്. എല്ലാ സബ്ജക്റ്റിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കാട്ടിലെ കളികൾ പാഠം 2. അപ്പോൾ ഇതൊരു കവിതയാണ്. ആരെഴുതിയ കവിതയാണിത്? ചെറുശ്ശേരി അല്ലേ? കവി ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിൽ നിന്നെടുത്ത, കൃഷ്ണഗാഥ എന്നുള്ള കൃതിയിൽ നിന്നെടുത്തിട്ടുള്ള ഒരു ചെറിയൊരു ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? കവിത ഒരു തവണ വായിച്ചു നോക്കാം, എന്നിട്ട് കവിതയുടെ ആശയം പറയാം കേട്ടോ. അപ്പൊ ആദ്യം കവിത വായിക്കാം. കന്നുമേച്ചിങ്ങനെ നിന്നു വിളങ്ങിന നന്ദനു എന്താ എഴുതിക്കുന്നത്? കന്നുമേച്ച്, കന്നു എന്ന് വെച്ചാൽ എന്താ? പശുക്കൾ അല്ലേ? കന്ന് എന്ന് പറയില്ലേ, പശുവാണ്. കന്നുമേച്ചിങ്ങനെ നിന്നു വിളങ്ങിന നന്ദനനുജൻ താനെന്നൊരു നാൾ കാനനം തന്നിലെ പോയിട്ടു വേണമേ ഭോജനമെന്നെനിക്കെന്നു നന്ദി കാലത്തുണർന്നുടൻ ബാലകന്മാരെയും മേളത്തിൽ നിന്നു വിളിച്ചുണർത്തി കാനനം തന്നിൽ ചെന്നാനന്ദമായിരുന്നു വേണമെന്നുണ്ടെല്ലാം എന്നു ചൊല്ലി താനങ്ങു തന്നുടെ കന്നുകൾ പിന്നാലെ കാനനം നോക്കി നടന്നാൻ പിന്നെ എന്നതു കേട്ടൊരു ചങ്ങാതിമാരെല്ലാം അങ്ങനെ വേണുന്നുവെന്നു ചൊല്ലി ബാലകന്മാർക്കുള്ള ലീലകളെ കൊണ്ടു ചാലെ കളിച്ചു നടന്നാർ പിന്നെ കേകികൾ കൂകുമ്പോൾ കൂകി തുടങ്ങിനാർ കോകിലം പാടുമ്പോൾ പാടുകയും പക്ഷികൾ പാറുമ്പോൾ ചായ പിടിപ്പാൻ ആയക്കമേ എല്ലാവരും ഓടിയോടി അന്നങ്ങൾ പോലെ നടന്നതിന് പിന്നാലെ അന്നലെ പോലെ കരഞ്ഞു പിന്നെ തന്നിഴൽ തന്നോടും മാറ്റുലി തന്നോടും നിന്നു കളിക്കുകയും പേശുകയും വാനരം പാഞ്ഞു മരങ്ങളിലേറുമ്പോൾ വാലെ പിടിച്ചു വലിച്ചും പിന്നെ പുണ്യങ്ങൾ ചെയ്തുള്ള പൈതങ്ങൾ ഇങ്ങനെ കണ്ണനുമായി കളിക്കും നേരം കംസന്റെ ചൊല്ലാലെ വന്നൊരു ദാനവൻ ഹംസങ്ങൾ ചാരത്തു കാകൻ പോലെ. അപ്പൊ എന്താണ് കവിതയുടെ ഉള്ളടക്കം എന്ന് വെച്ചാല്, കൃഷ്ണനും കൂട്ടുകാരും കളിക്കുകയാണ് അല്ലെ? ഓരോ കളികളിൽ ഓരോ ലീലകളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഓരോ കളികൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എവിടെയാണ്? കാനനത്തിൽ അല്ലെ? എന്ന് വെച്ചാൽ കാട്ടിലാണ് കളിക്കുന്നത്. അപ്പൊ അവിടേക്ക് ആര് വരികയാണ്? കംസൻ അല്ലെ? കൃഷ്ണനെ വധിക്കാനായിട്ട് കംസൻ ഒരു രാക്ഷസനെ അയച്ചിട്ടുണ്ട്. ആ രാക്ഷസൻ കാക്കയുടെ രൂപത്തിൽ ആ രാക്ഷസൻ വരികയാണ്. അപ്പൊ അതാണ് നമ്മുടെ കവിതയുടെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്. നമുക്കിനി എന്ത് ചെയ്യാം? കവിതയുടെ ആശയം എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പൊ എപ്പോഴും നമ്മൾ ഒരു കവിതയൊക്കെ ആണെങ്കിൽ കവിത ആശയം പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പാഠവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ പറ്റും. ആസ്വാദനക്കുറിപ്പ് പോലുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം എഴുതാൻ എളുപ്പമായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കവിതയുടെ ആശയം നോക്കാം. കാട്ടിലെ കളികൾ എന്ന കവിത ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. കൃഷ്ണന്റെ ബാല്യകാലത്തെ കളികളും വിനോദങ്ങളുമാണ് കവിതയുടെ ഇതിവൃത്തം. കൃഷ്ണനും കൂട്ടുകാരും കന്നുകളെ മേയ്ക്കാൻ കാട്ടിലേക്ക് പോകുന്നതും അവിടെ അവർ പക്ഷികളെയും മൃഗങ്ങളെയും അനുകരിച്ച് കളിക്കുന്നതും കവിതയിൽ മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നു. കൃഷ്ണൻ തന്റെ കൂട്ടുകാരുമായി രാവിലെ കാട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. അവർ കാട്ടിലെത്തി പക്ഷികളുടെ ശബ്ദങ്ങൾ അനുകരിച്ചും സ്വന്തം നിഴലിനെ പിന്തുടർന്നും മരങ്ങളിൽ കയറിയും കളിക്കുന്നു. ഈ കളികൾക്കിടയിൽ കംസൻ അയച്ച ഒരു രാക്ഷസൻ ഒരു കാക്കയുടെ രൂപത്തിൽ അവരുടെ അടുത്തെത്തുന്നതും കവിതയിൽ പരാമർശിക്കുന്നു. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയുടെ പ്രത്യേകമായ മധുരമായ ഭാഷയും ലളിതമായ പദങ്ങളും ഈ ഭാഗത്തും കാണാം. ഓരോ വരിയും വായിക്കുമ്പോൾ കൃഷ്ണന്റെയും കൂട്ടുകാരുടെയും കളികൾ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും. ഹംസങ്ങൾ ചാരത്തു കാകൻ പോലെ എന്ന പ്രയോഗം കംസൻ അയച്ച രാക്ഷസിന്റെ വരവിനെ സൂചിപ്പിക്കുന്നു. ഇത് ഉപമ എന്ന അലങ്കാരത്തിന് ഉദാഹരണമാണ്. കൃഷ്ണഗാഥയുടെ ശൈലിയിൽ പാടാൻ കഴിയുന്ന രീതിയിലാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. ഇത് കവിതയ്ക്ക് കൂടുതൽ ഭംഗി നൽകുന്നു. ഈ കവിത കൃഷ്ണന്റെ ബാലലീലകളെ കുറിച്ചുള്ള മനോഹരമായ ഒരു വർണ്ണന കൂടിയാണ്. അപ്പൊ ഈ കവിതയിൽ എന്താണ്? കൃഷ്ണന്റെ കളികളിൽ, അതായത് ബാലലീലകൾ, കൃഷ്ണനും കൂട്ടുകാരും കൂടെ കാട്ടിൽ കളിച്ചതും അവിടെ എന്തൊക്കെയാണ് കളിച്ചത്, എങ്ങനെയാണ് കളിച്ചത് എന്നുള്ള തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു വർണ്ണന വളരെ മനോഹരമായിട്ട് കവി വർണ്ണിച്ചെഴുതിയിരിക്കുന്നത് അല്ലെ? അപ്പൊ ഇതാണ് നമുക്ക് ഈ പാഠത്തിന്റെ ആശയം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ചോദ്യോത്തരങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ പാഠത്തിന് എല്ലാ ചോദ്യോത്തരങ്ങളും ഉൾപ്പെടുന്ന ക്ലാസ് ആണ് നെക്സ്റ്റ് ക്ലാസ്. അപ്പൊ അതുകൂടെ എന്ത് ചെയ്യുക? കാണുക. ആശയം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നിങ്ങളുടെ കമന്റ്സ് അറിയിക്കുക കേട്ടോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.
Thank you.